ഹായ് കൂട്ടുകാരെ, ഞാനെൻ്റെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ തെങ്ങ് വെട്ടിയപ്പോൾ ഞാൻ 2 കൂമ്പ് അവരോട് മേടിച്ചു കേട്ടോ. തെങ്ങ് വെട്ടാൻ വന്നവരോട് പറഞ്ഞ് 2 കൂമ്പ് എടുത്ത് തരണേന്ന് പറഞ്ഞു. ആ കൂമ്പ് എന്തോരം കൊള്ളാമെന്ന് ഞാൻ കാണിക്കാം. എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. കൂമ്പെന്ന് വെച്ചാൽ നമ്മുടെ ശരീരവേദനയ്ക്കൊക്കെ കൊള്ളാം. നടുവേദന, നെഞ്ചുവേദന, നമ്മുടെ ശരീരം മൊത്തം വേദനയുണ്ടെങ്കിൽ നമ്മുടെ ശരീരവേദനയ്ക്ക് മൊത്തത്തിനും കൊള്ളാം. പിന്നെ കുഞ്ഞുങ്ങൾ ആകുന്നതിന് കൊടുക്കും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ട കൂമ്പായത്, ഇത് മൂത്ത കൂമ്പായിപ്പോയി, അത് കൊള്ളാത്തില്ല കേട്ടോ. വേണ്ട, ഇത് മൂത്ത കൂമ്പായിപ്പോയി, അതെടുത്തില്ല. അല്ലാതെ നല്ല കുരുന്ന കൂമ്പെടുത്ത് കേട്ടോ. വേണ്ട, നല്ല കുരുന്ന കൂമ്പെടുത്ത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഇത് നമ്മുടെ വിലയരി ഉണ്ടല്ലോ, കടയിൽ നിന്ന് മേടിക്കുന്ന വിലയരി, നാഴിയരി എടുത്ത് നാഴിയരി നല്ല പോലെ കഴുകി അത് വറുത്ത് വേണ്ട പൊടിച്ച് കണ്ട നല്ലപോലെ പൊടിച്ച് വറുത്ത്. എന്നിട്ട് വേണ്ട കൂമ്പ് നല്ലപോലെ പൊടിച്ചെടുത്ത്, കൂമ്പ് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്ത് കണ്ട നല്ലപോലെ പൊടിച്ചെടുത്ത്. അതുപോലെ തന്നെ കരിപ്പോട്ടി ഇടിച്ച് വെച്ചേക്കുക കേട്ടോ. കരിപ്പോട്ടി നല്ലപോലെ ഇതാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നതെന്നറിയാം. വേണ്ടേ, അരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത് വെച്ച അരി വറുത്ത് ഇടിച്ചല്ല പൊടിച്ചെടുത്ത, മിക്സിയിലെടുത്തത്. കല്ലൊന്നും ഇല്ലല്ലോ, പണ്ടല്ലായിരുന്ന കല്ലൊക്കെ ഉള്ളത്. ഇപ്പം മിക്സി പൊടിച്ചെടുത്തത് വറുത്ത്. വേണ്ട, ഇത് കൂമ്പ് പൊടിച്ചത് കണ്ട, കൂമ്പ് പൊടിച്ചത് കണ്ട, ഇതാ കൂമ്പ് പൊടിച്ചത് കണ്ട. കൂമ്പും അരിപ്പൊടിയും കൂടെ കണ്ട, കൂമ്പും അരിപ്പൊടിയും കൂടെ ഉണ്ടാ. ഇത് നല്ലൊരു മരുന്ന്. ആർക്ക് ശരീരത്തെ കേട് പറ്റുന്ന അവർക്ക് ഇത് കഴിക്കാൻ നല്ലതാ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ, ആർക്കും കഴിക്കാം ഇത്. നമുക്ക് നല്ല ശരീരത്തിനിത്. ഇനി വേണ്ട, ഇത് വേണ്ട കരിപ്പോട്ടി ഇടുവാൻ പോവാം കണ്ട. അരിയും കൂമ്പും കൂടെ കണ്ട വിരട്ടിയെടുത്തേ, അരിയും കൂമ്പും കൂടെ. ഇനി വേണ്ട കരിപ്പോട്ടി നമുക്ക് കുറച്ചിട്ട് നോക്കാം കേട്ടോ. കരിപ്പോട്ടി നമുക്ക് കുറച്ചിടാം. ചിലപ്പം മധുരം കൂടിയാലും കുഴപ്പമില്ല, കരിപ്പോട്ടി അല്ലയോ. എല്ലാ അമ്മക്ക് അങ്ങ് ഇട്ടേക്കാം. കരിപ്പോട്ടി നല്ലതാണ് കഴിക്കാൻ. ഇച്ചിരി മധുരമായാലും കുഴപ്പമില്ല, മരുന്നല്ലേ ഇതൊക്കെ. അതെ, ഇച്ചിരി പാടാ കേട്ടോ. ഇത് പുരട്ടി കൊണ്ടുവരാൻ ഇച്ചിരി പാടാ. ഇത് ഞാൻ ടിന്നെടുത്തോണ്ട് കേട്ടോ, ടിന്നിനകത്ത് ഇടാൻ വേണ്ടി. ഇനി ഇത് നമ്മൾ ഉണ്ട ഉരുട്ടി വെക്കുക. നമുക്കൊരു ടിന്നിനകത്ത് ഉണ്ട ഉരുട്ടി വെക്കാനൊക്കെ കേട്ടോ. രാവിലെ നമുക്ക് വെറും വയറ്റിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ എപ്പം വേണേലും കഴിക്കാം. നമ്മൾ അരി ഉണ്ട തിന്നുമല്ല, കടയിൽ നിന്നൊക്കെ മേടിച്ച അരി ഉണ്ട അതുപോലെ.